6 മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ മകനെ വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്നതിൽ അഭിമാനപൂർവ്വം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് നമ്മൾ കണ്ടു. ഈ ലോക കേരള സഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വിമർശിക്കുന്ന ഒരു രീതിയും നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത് അബുദാബിയിൽ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് UAE പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഈ ലോക കേരള സഭയുടെ രണ്ടാം തവണയാണ് ഈ ലോക കേരള സഭ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഈ ലോക കേരള സഭാ സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എന്നതുപോലെ തന്നെ. അതുപോലെ തന്നെ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ അതിനുള്ള കേവലം ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതിനപ്പുറം അതിനുള്ള കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പരിഹരിക്കപ്പെട്ടുള്ളതെന്നുള്ളത് അറിയാം. ഈ ഒരു ലോക കേരള സഭയിൽ വന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം ഈ നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. തീർച്ചയായിട്ടും അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നോർക്കയുടെ ഭാഗത്തുനിന്നൊക്കെ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരള ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് വളരെ സജീവമായിട്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രചരണം നമ്മുടെ കേരളത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ ലോക കേരള സഭാംഗം കൂടിയായിട്ടുള്ള ഒരു പ്രതിപക്ഷ MLA ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കേരളത്തിൽ ഉയർത്തിവിട്ട ഒരു പ്രശ്നമാണ് ഈ ബ്രെയിൻ ഡ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്ക ചോഷണം എന്ന് പറയുന്ന ആ ഒരു സംഭവം. അതിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കുട്ടികൾ വിദേശത്തെ വിദ്യാഭ്യാസത്തിന് പോകുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നീട് 6 മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ മകനെ വിദേശത്തേക്ക് പഠിക്കാൻ വിടുന്നതിൽ അഭിമാനപൂർവ്വം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്നതിനെ എന്താണോ വിമർശിക്കുന്നത് അതിനെ സംബന്ധിച്ച് തീരെ ആത്മാർത്ഥതയില്ലാതെ ഈ ലോക കേരള സഭയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വിമർശിക്കുന്ന ഒരു രീതിയും നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെതിരായിട്ട് നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. 80 വയസ്സായ ഒരു മനുഷ്യനെ വെറും 200 മീറ്റർ ദൂരത്തേക്ക് വാഹനത്തിൽ കയറ്റിയതിൻ്റെ പേരിൽ 70 വർഷമായിട്ട് കൃത്യമായി മതനിരപേക്ഷ ജീവിതം നയിക്കുന്ന കേരളത്തിലെ എല്ലാ തരത്തിലുള്ള വർഗീയ ശക്തികളെയും അതിശക്തമായിട്ട് നേരിടുന്നതിൽ ആർജവമുള്ള നേതൃത്വം നൽകുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മതനിരപേക്ഷ ജീവിതത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രവാസി സമൂഹം ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. ഈ പ്രവാസികൾക്ക് വേണ്ടി ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും തുടർന്നും കേരളത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് എല്ലാ പ്രവാസികളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പരമപ്രധാനമാണ് മലയാളത്തിൻ്റെ മതനിരപേക്ഷത. അതിന് വലിയ വെല്ലുവിളികൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതിനെ നേരിടാൻ ഇതുപോലെയുള്ള ഒരു സംവിധാനം കേരളത്തിൽ തുടർന്നേ മതിയാകൂ എന്നുള്ളതാണ് ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത്, ചൂണ്ടിക്കാണിക്കാനുള്ളത്.